വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു കുട്ടി പുൽക്കൂടാണ് കേട്ടോ. ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നേറ്റിവിറ്റി സീനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബലൂണാണ്. ബലൂൺ ഒന്ന് പെരുപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു റോപ്പ് വേണം. ഞാൻ ഇവിടെ പൊച്ചക്കയറാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും മതി, പ്ലാസ്റ്റിക് എടുക്കാതെ വയ്ക്കുക, അല്ലാതുള്ള ഏതെങ്കിലും എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. ഈ ഫെവിക്കോള് നമുക്ക് നമ്മുടെ ആ റോപ്പിലേക്ക് ഫുള്ള് ഫെവിക്കോൾ ആക്കിയതിന് ശേഷം ആ റോപ്പ് നമുക്ക് ബലൂണിലേക്ക് ചുറ്റിയെടുക്കാനുള്ളതാണ് കേട്ടോ. അത് ചെയ്യുന്നതിനുള്ളൊരു കുഞ്ഞ് ടിപ്പാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കയ്യിൽ തീരാറായിട്ടുള്ള ഫെവിക്കോളിൻ്റെ കുപ്പി അല്ലെങ്കിൽ തീർന്ന ഫെവിക്കോളിൻ്റെ കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് ഫെവിക്കോൾ ഇല്ലെങ്കിൽ കുറച്ച് ഫെവിക്കോൾ അതിൻ്റെ അകത്ത് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ ബോട്ടിലിൻ്റെ താഴെയായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന കയർ ഇതിൽ കൂടി ഒന്ന് പാസ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയറിൽ ഫുള്ളായിട്ട് പെട്ടെന്ന് ഫെവിക്കോൾ പറ്റി കിട്ടുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബലൂണിലേക്ക് ഇത് ചുറ്റിയെടുക്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഈ കയർ ഫുൾ അതിലേക്ക് മുക്കി വയ്ക്കുക. അന്ന് നല്ലോണം പശയായതിന് ശേഷം ആ കയറെടുത്ത് നമുക്ക് നമ്മുടെ ബലൂണിലേക്ക് ചുറ്റാം കേട്ടോ. ഇത് ചെയ്യുന്നത് കുറച്ച് മെസ്സിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കയറിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ പറ്റുകയും ചെയ്യും. കുറച്ച് ചുറ്റി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കയറിലേക്ക് ഫെവിക്കോൾ പറ്റാത്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫെവിക്കോൾ തീർന്നു പോയോണ്ടാണ് വീണ്ടും അത് തുറന്നിട്ട് കുറച്ചും കൂടെ ഫെവിക്കോൾ ഒഴിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീരാറായിട്ടുള്ള അല്ലെങ്കിൽ തീർന്ന കുപ്പിയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിറച്ച് ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് ഫുള്ള് വേസ്റ്റ് ആയി പോകും. ആ ഹോളിൽ കൂടെ അതെല്ലാം കൂടെ പുറത്ത് വന്നിട്ട് ഫുള്ള് വേസ്റ്റ് ആയി പോകും. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഈ ഫെവിക്കോളിൻ്റെ കുപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫെവിക്കോളിൻ്റെ കുപ്പി പോലത്തെ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കയർ തീർന്നു പോയിട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ വലിയ വലിയ ഹോളുകളായിട്ട് വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു നൂല് വെച്ചിട്ട് ചുറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പിന്നെ കളർ ചെയ്തെടുക്കേണ്ടതാണ്, അതുകൊണ്ട് കളറൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഭയങ്കര വീതിയുള്ള കയർ എടുക്കാതിരിക്കുക. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഗ്യാപ്പുകളൊക്കെ കുറഞ്ഞിട്ട് ഹോളുകളൊക്കെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗോൾഡൻ കളറാണ് നോക്കിയത്, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കോപ്പർ കളർ വെച്ചിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ബലൂൺ പൊട്ടിച്ച് കളയാം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബലൂൺ പൊട്ടിച്ച് കളയാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഇതുപോലെ ബോളായിട്ട് കിട്ടില്ല, അത് ഫുൾ അങ്ങ് ചപ്പിപ്പോവും. പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പാടാണ്. അപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം ബലൂൺ പൊട്ടിച്ച് കളയാം. എന്നിട്ട് അകത്ത് കിടക്കുന്ന ബലൂണൊക്കെ നമുക്ക് സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് എടുത്ത് കളയാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേ ഷേപ്പിൽ നമുക്ക് ഒരു ഹോള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പീസ് കളയരുത് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സില്ലേ, അത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ചാർട്ട് പേപ്പർ, കുറച്ച് കട്ടിയുള്ള ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഔസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെ ഫോട്ടോ വരച്ചു കൊടുക്കുകയാണ്. അത് കുറച്ച് ഭയങ്കര ക്ലാരിറ്റിയോടെ വരയ്ക്കൊന്നും വേണ്ട. നമുക്കൊരു ഷാഡോ പോലെ ഒരു ഔട്ട്ലൈൻ മാത്രം മതി. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് വരച്ചു കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇമേജ് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ഉണ്ണിയേശുവിൻ്റെ ഫോട്ടോയും കൂടി ആ ഒരു ഔട്ട്ലൈനും കൂടി വരച്ചു കൊടുക്കണം. അതും ഇതുപോലെ നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് ഉണ്ണിയേശു പുൽക്കൂട്ടിൽ കിടക്കുന്ന പോലത്തെ ഏതെങ്കിലും ഇമേജസ് നോക്കിയിട്ട് അതിൽ ഈസി ഉള്ള ഒരെണ്ണം നോക്കിയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ഇമേജസൊക്കെ വരച്ച് ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കുക, സൈസൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ക്രിസ്മസ് ട്രീയും കൂടിയാണ്. അതിൻ്റെയും കൂടെ പടം വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലൊന്ന് കളർ ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് വൈറ്റ് കളറാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് അക്രലിക് കളർ കൊടുത്താൽ മതി, എല്ലാത്തിനും വൈറ്റ് കൊടുത്താൽ മതി കേട്ടോ, വേറെ കളേഴ്സൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി കളർ കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാത്തിനും നമ്മൾ വൈറ്റ് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു ക്രിസ്മസിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറെ ഒരെണ്ണം നിൽക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്നിൻ്റെ സൈഡിലായിട്ട് ഒരെണ്ണം കൂടി വലുതിൻ്റെ വലിയൊരു ക്രിസ്മസ് ട്രീയുടെ സൈഡിലായിട്ട് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് ഇതുപോലെ ഒന്നിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരെണ്ണം നിൽക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇമേജസിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിലായിട്ട് ഒരു ചെറിയ കമ്പെടുത്തിട്ട് ഒന്ന് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പോ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കിങ്ങനെ കുത്തി വെക്കേണ്ടതാണ്. നമ്മൾ മുമ്പ് ഒരു പുൽക്കൂട് ചെയ്തിരുന്നു, ഒരുപാട് വ്യൂസൊക്കെ കയറിയിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പുൽക്കൂട്ടിലും നമ്മൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇമേജസിൻ്റെ ബാക്കിലായിട്ട് ഇമേജസ് അത് നമ്മൾ ടെർമോക്കോളിലാണ് ചെയ്തത്. അപ്പോൾ ടെർമോക്കോളിൽ ഇങ്ങനെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് യൂസ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് വേണം കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ബാക്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫുള്ള് ഇമേജസും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫെയറി ലൈറ്റ്സ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചതിന് ഒരു 120 130 രൂപയായിരുന്നു കേട്ടോ. 6 മീറ്റർ ഉള്ളൊരു ഫെയറി ലൈറ്റാണിത്. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സാധനം നമ്മുടെ ആ ഒരു ഗ്ലോബിലേക്ക് കയറ്റി കൊടുക്കുക. ബാക്കിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഞാൻ അവിടെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഗ്ലോബിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കറക്റ്റ് പൊസിഷനിലാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ടത് കോട്ടൺ ആണ്. നമ്മുടെ പഞ്ഞി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു ഷീറ്റ് പോലെ നമ്മൾ മുറിവിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങുമല്ലോ, റോള് പോലെ, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതുപോലെ ഷീറ്റ് പോലെ ഒന്ന് മറച്ചു കൊടുക്കാം. നമ്മൾ വെച്ച ആ ഗ്ലോബിൻ്റെ പീസ് കാണാത്തതുപോലെ മറച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ഒരു മേഘത്തിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് കളർ ചെയ്തൊക്കെ വെച്ചിട്ടുള്ള ഇമേജസ് ഇതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഗ്ലോബിൻ്റെ ആ ഹോളിൽ കൂടെയൊക്കെ കയറി ഫെയറി ലൈറ്റ്സിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ കയറിയിട്ട് അതവിടെ സ്റ്റക്കായിട്ടിരുന്നോളും, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ എല്ലാ ഇമേജസും വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇവിടെ നമ്മുടെ മേരീനെയും ജോസഫിനെയും വെച്ചതിന് ശേഷം കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയേശുവിനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ കമ്പൊക്കെ ആ ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് മറച്ചെടുക്കാൻ നോക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റ്സൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാവും. ഇനി നമുക്കൊരു ബൾബും കൂടെ വേണം കേട്ടോ. ബൾബും അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡറും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബോളിൻ്റെ മുകളിലായിട്ടൊന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 2-3 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോളിൽ കൂടി ഇതേ ബൾബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ പുറത്തുകൂടി നമുക്ക് ഹോൾഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടിട്ട് ലൈറ്റ് ഇട്ട് നോക്കാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ലൈറ്റ് ഇടുന്ന സമയത്ത് ഞാൻ ആദ്യം ഇട്ടത് വൈറ്റ് കളർ ലൈറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കളർ മാറുന്ന ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിട്ട് നോക്കി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കളർ ഇങ്ങനെ മങ്ങി തെളിഞ്ഞ് പല പല കളറിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചിലവൊന്നുമില്ല. കുറഞ്ഞ പൈസയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഞെക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മളിതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.